T20 ലോകകപ്പിന് നാളെ തുടക്കമാവുകയാണ്. മൂന്നാം തവണ കപ്പ് ലക്ഷ്യമിട്ടാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. നമുക്ക് ഓർമ്മയുണ്ട് 2007 എസ് ശ്രീശാന്തിന്റെ കയ്യിൽ ഊർന്നിറങ്ങിയ മിസ്ബാ ഉൾ ഹക്കിന്റെ ക്യാച്ച്. 2023 സൂപ്പർമാൻ സൂര്യകുമാർ വായുവിൽ ഉയർന്ന് പൊങ്ങിയെടുത്ത ഒരു ക്യാച്ച്. രണ്ട് തവണയും ആ രണ്ട് ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ട് തവണയും ടീം ഇന്ത്യ കപ്പ് ഉയർത്തിയിരുന്നു. അപ്പോൾ മൂന്നാം തവണ കപ്പ് ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം T20 ലോകകപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇന്ത്യയുടെ മത്സരങ്ങൾ വരുന്നത് നാളെ ഇന്ത്യക്ക് മത്സരമുണ്ട്. നാളെ അമേരിക്കയുമായാണ് ഇന്ത്യയുടെ മത്സരം വൈകിട്ട് 7 മണിക്ക്. അടുത്ത മത്സരം വരുന്നത് ഫെബ്രുവരി 12 ഇന്ത്യ വേഴ്സസ് നമീബിയ മത്സരം വരുന്നുണ്ട്. 15-ാം തീയതി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഉണ്ട്. പക്ഷെ ആ മത്സരത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം പാകിസ്ഥാൻ പിന്മാറിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ ടീം ഇന്ത്യ കൊളംബോയിലേക്ക് പോകും. അടുത്ത മത്സരം വരുന്നത് ഫെബ്രുവരി 18 ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം 18 നടക്കും. ഒപ്പം തന്നെ സൂപ്പർ 8 മത്സരങ്ങൾ തുടങ്ങുന്നത് ഈ ഫെബ്രുവരി 21 മുതൽ സൂപ്പർ 8 മത്സരങ്ങൾ തുടങ്ങും. സെമി ഫൈനൽ മത്സരം മാർച്ച് 4-5 തീയതികളിൽ നടക്കും. ഫൈനൽ മത്സരം മാർച്ച് 8-ാം തീയതിയും നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ടീം ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെയാണ്, സഞ്ജു സാംസന്റെ സാധ്യതകൾ എങ്ങനെയാണ്, അതുകൂടി നമ്മൾ നോക്കണമല്ലോ. നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഹരി എനിക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. ഹരി, വളരെ പെട്ടെന്ന് ടീം ഇന്ത്യയുടെ സാധ്യതകൾ, ഒപ്പം തന്നെ സഞ്ജു ഇറങ്ങാനുള്ള സാധ്യതകൾ. ഇഷാൻ വലിയ ഫോമിലാണ്. അപ്പോൾ സഞ്ജുവിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടാകും? മഹേഷ്, ഈ T20 ലോകകപ്പിൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന ഏറ്റവും ഒന്നാം നമ്പറിലുള്ള ടീം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവർ ലോക ഒന്നാം നമ്പർ ടീമായിട്ടാണ് ലോകകപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ഒരു ബാറ്റിംഗ് നിര തന്നെയാണ്. ബാറ്റിംഗ് നിരയിൽ ഓരോ താരങ്ങളും മികച്ച ഫോമിലാണ്. അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ, ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, തിലക് വർമ്മ ആയിക്കോട്ടെ. തിലക് വർമ്മ ഒരു പരിക്കിന് ശേഷമൊക്കെയാണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ നമ്മൾ കണ്ടു തകർത്തടിക്കുന്ന ഒരു തിലക് വർമ്മയാണ് കണ്ടത്. അപ്പോൾ ബാറ്റിംഗിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു ശക്തി കേന്ദ്രം തന്നെയാണ്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ശിവം ദുബെ അടങ്ങിയ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗിൽ ഇന്ത്യക്ക് ഒരു ആശങ്കയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം ഇന്ത്യ എത്ര വലിയ സ്കോർ എടുത്താലും ഓപ്പോസിറ്റ് ടീം ആ ഒരു സ്കോറിന് അടുത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ജസ്പ്രീത് ബുംറയുടെ പന്തിനൊന്നും പഴയ ഒരു മൂർച്ച കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഹർഷ്ദീപ് സിംഗ് ആണ് ഇപ്പോൾ നിലവിൽ മികച്ച ഫോമിലുള്ളത്. വരുൺ ചക്രവർത്തിയുടെ സ്പിൻ തന്ത്രങ്ങളും കുൽദീപ് യാദവിന്റെ സ്പിൻ തന്ത്രങ്ങളും ഒക്കെ ചേരുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗും ഒരു മികച്ച ഒരു രീതിയിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിന്റെ സാധ്യതകളിലേക്ക് വരുമ്പോൾ ഇനി ഈ ഒരു ലോകകപ്പിൽ സഞ്ജു ആദ്യ 11ലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അത് കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സന്നാഹ മത്സരത്തിൽ നമ്മൾ കണ്ടു 15 താരങ്ങളുമായി സന്നാഹ മത്സരത്തിന് പോയെങ്കിൽ ആ ഒരു ബൗളിംഗ് ഓർഡറിലുള്ള താരങ്ങൾ വരെ ബാറ്റ് ചെയ്തെങ്കിലും സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചിരുന്നില്ല. ഇഷാൻ കിഷനെയാണ് മറിച്ച് ഓപ്പണിംഗ് റോളിൽ പരീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല നിലവിൽ. കാരണം ഇഷാൻ കിഷൻ ഗംഭീര ഫോമിലാണ്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഗംഭീര ഫോമിലാണ്. തിലക് വർമ്മയെ ഒരിക്കലും ആ ടീമിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ സാധ്യത നിലവിൽ പരിശോധിക്കുമ്പോൾ തീരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇഷാൻ കിഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ബാറ്റിംഗിന് ഇറങ്ങുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മഹേഷ്, ഓക്കെ, അപ്പോൾ അതാണ് സഞ്ജുവിന്റെ സാധ്യത. ഇഷാൻ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇറങ്ങുക. അപ്പോഴും സഞ്ജു 3-4 മത്സരങ്ങളുണ്ടല്ലോ. അപ്പം എവിടെയെങ്കിലും സഞ്ജു വരുമോ? ഒരൊറ്റ മത്സരം മതി സഞ്ജുവിന് തിരികെ എത്താൻ എന്നുള്ളതാണ്. എന്തായാലും ടീം ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തവണ കാത്തു നിൽക്കുകയാണ് മൂന്നാം തവണ കപ്പിൽ മുത്തമിടാൻ വേണ്ടി. നമുക്ക് ഇന്നത്തെ ന്യൂസ് റീക്കോർഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.